ഇന്ന് പുതിനയില ചട്നി ഉണ്ടാക്കാം. അതിനുവേണ്ടി പാത്രം അടപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം 1/4 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് 2 ടേബിൾ സ്പൂൺ. ഇത് ചമ്മന്തിക്ക് കട്ടി കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതിൻ്റെ കളർ ചെറുതായി മാറിക്കഴിയുമ്പം 20 ചെറിയ ഉള്ളി, 10 വെളുത്തുള്ളി, 4 പച്ചമുളക്. മുളക് പൊടി ഇടത്തില്ല, അതുകൊണ്ട് എത്ര എരി വേണോ അതിനനുസരിച്ച് പച്ചമുളക് ഇട്ടോണം. ചിലവർക്ക് കൂടുതൽ വേണം, ചിലവർക്ക് കുറച്ച് മതിയല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാം ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയതിന് ശേഷം 1/2 തക്കാളി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറിക്കിട്ടണം. നല്ലതുപോലെ വഴന്ന് കഴിയുമ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് ഇളക്കി, 1/2 കപ്പ് മല്ലിയില ഇട്ട് ഇളക്കി, 2 കപ്പ് പുതിനയില ഇട്ട് ഇളക്കാൻ പാടാണെങ്കിൽ ആദ്യം കുറച്ച് പുതിനയില ഇട്ട് ഇളക്കിയിട്ട് ബാലൻസ് ഇട്ട് ഇളക്കിയാൽ മതി. കുറച്ച് പുളി ഇടണം, കൂടുതലാവരുത്. പുളി, എരി, ഉപ്പും ഒക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒത്തിരി പുളി ആവരുത്, ചെറിയ പുളി ഈ ചമ്മന്തിക്ക് നല്ലതാണ്. എല്ലാം വാടിക്കഴിയുമ്പം തീ ഓഫ് ചെയ്തിട്ട് 1/2 കപ്പ് തേങ്ങ ഇട്ട് ഇളക്കണം. ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കണം. വെണ്ണ പോലെ അരയ്ക്കണ്ട, ചെറിയ തരിതരി പോലെ ഉള്ളതാ നല്ലത്. കൂടുതൽ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. 1/2 കപ്പ് വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം. ഈ ചമ്മന്തിക്ക് കട്ടിയായിട്ടിരിക്കുന്നതാ നല്ലത്. ഇനി കടുക് താളിച്ചിടുന്നതിന് വേണ്ടി പാത്രം അടപ്പത്ത് വെച്ച് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കഴിഞ്ഞ് ഉണക്കമുളക് ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് വഴറ്റിയെടുത്ത് ചമ്മന്തിയിലേക്ക് ഒഴിക്കാം. ചമ്മന്തി റെഡിയായി. ഇത് ദോശ, ഇഡലി, ചോറിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം. എല്ലാവരും ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.